രണ്ട് മേക്കപ്പ് മേന്മാർ കുറേ നേരമായിട്ട് എൻ്റെ മുഖത്ത് പണി ഇതുകൊണ്ട് ചുണ്ട് ചോപ്പിക്കണ്ട, ആദ്യമേ ചുവപ്പ് ചുണ്ടാണ്, എന്നാലും വേണ്ട ആൾക്കാർ വന്ന് പെരുമാറിക്കൊണ്ടിരിക്കൂലേ എന്ന് ഞാൻ അറിയില്ലെന്നാലും. അടുത്തത് പിരികത്തുമല്ല കേട്ടോ ഗേസ്, കുറച്ച് വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഗേസ്. എങ്ങനെയുണ്ട് ഗേസ്? മേക്കപ്പ് തീർന്നിട്ടില്ല, അരമണിക്കൂറോളുണ്ട്, പിന്നെ ഒരു പരുവത്തിലാക്കിയിട്ട് അവർ വിടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടേ ഞാനിവിടെ നീച്ചുള്ളൂ. പലതരം ഞാൻ സുന്ദരനാണ് പറഞ്ഞാലും ഇപ്പൊ കേൾക്കൂല, പിന്നെ എന്നെ സുന്ദരനാക്കാൻ നോക്കും. അപ്പൊ എൻ്റെ ഏട്ടൻ്റെ മൂക്ക് അസൂയ, ഞാൻ അങ്ങനെ ചൊറുക്കു. ഈ സിനിമാ നടന്മാരെ സമ്മതിക്കണല്ലേ, എത്ര കഷ്ടപ്പെട്ട് സമയം എടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ ഇപ്പോൾ ആ ചൊറുക്കിൽ കിട്ടുള്ളൂ. ഞാൻ സിനിമയ്ക്ക് പോകാത്ത ഒരേ ഒരു കാരണം ഇതാണ്, മേക്കപ്പിനും വേണ്ടി ഒരു 2 ദിവസം മെനക്കെടേണ്ടി വരും നമ്മളീ അതാണ് ഞാൻ സിനിമ ഷൂട്ടിങ്ങിന് പോകുന്നത്. ഇന്നെ ഒരുപാട് സംവിധായകരെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഇപ്പം എന്നെ കാണാൻ രസമുണ്ടോ ഗേസ്? കുറച്ചും കൂടി ഒന്ന് ലെവലാക്കി എടുക്കാണ്ടില്ല ഗേസ്? അധികം ഇത്ര നേരം മേക്കപ്പ് ഇട്ട് കണ്ടത് അതുപോലെ ആണ്ട് തുടച്ച് കളിയാണ് ഈ എല്ലാം. എൻ്റെ മൂന്ത സാർ കണ്ടില്ല, തുടച്ചപ്പോൾ എൻ്റെ ഗ്ലാമർ അതേമാതിരി അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഗ്ലാമർ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തുടച്ചപ്പോൾ എൻ്റെ അതേ കളർ അല്ലേ ഗേസ്? അപ്പോൾ ഇത് എൻ്റെ വലിയ കാരണവല്ല മോനാണ് സിധു, അദ്ദത്തുൽ വാസിക്.